ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഗവർണർ എത്തും മുമ്പ് തന്നെ തൊടുപുഴയിൽ SFI ബാനർ ഉയർത്തിയിരുന്നു. വലിയ പ്രതിഷേധമാണ്. പ്രതിഷേധമുണ്ടാകുമെന്നുള്ളതിൽ നേരത്തെ തന്നെ വിവരവും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കൊച്ചിയിൽ എന്തായിരുന്നു ഗവർണർ പ്രതികരിച്ചിരുന്നത്? എവിടെയൊക്കെയാണ് വലിയ പ്രതിഷേധം? പോലീസ് എങ്ങനെ തയ്യാറെടുക്കുന്നു? ധന്യ, ഇതിൽ തൊടുപുഴയിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഗവർണർക്കെതിരെ വഴിനീളെ, അതായത് തൊടുപുഴയിലേക്ക്, ഇടുക്കി ജില്ലയിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. SFI തുടക്കത്തിൽ തന്നെ ബാനർ ഇവിടെ ഉയർത്തിയിരുന്നു. അതിനുശേഷം SFIയുടെ നേതൃത്വത്തിൽ, അതിനുശേഷം DYFIയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ പ്രതിഷേധങ്ങളെല്ലാം തന്നെ വഴിനീളെ നടന്നു. LDF ഇവിടെ നേരത്തെ തന്നെ മാർച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇവർ സംഗമിച്ചിടത്തും എല്ലാം തന്നെയും ഗവർണർക്ക് വഴിനീളെ കരിങ്കൊടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഏകോപന സമിതിയുടെ സമ്മേളനത്തിലേക്ക്, അവരുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ ഗവർണർക്ക് എത്തേണ്ടി വന്നത്. വഴിനീളെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഈ തടസ്സം ഉണ്ടാകാതിരിക്കാൻ, യാത്രയ്ക്ക് തടസ്സം വരുന്ന രീതിയിൽ പ്രതിഷേധക്കാർ റോഡിലേക്ക് കയറുന്ന രീതിയിലേക്ക് യാതൊരു രീതിയിലേക്കും ആ രീതിയിലൊരു തടസ്സമില്ലാതിരിക്കാൻ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പ്രതിഷേധങ്ങളെല്ലാം തന്നെ വഴിനീളെ നടന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ SFIയുടെയും DYFIയുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ കരിങ്കൊടി ഗവർണറെ കാണിക്കുകയും ചെയ്തു. പല സ്ഥലത്തും തന്നെയും പോലീസ് ഇവരെ തടയുവാൻ അടക്കം റോഡിലേക്ക് കയറാതിരിക്കാനുള്ളൊരു ശ്രമം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ വഴിനീളെ കരിങ്കൊടിയും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾക്കുമിടയിലൂടെയാണ് ഗവർണറുടെ വാഹനം കടന്നുപോയത്. ഇപ്പോഴും പ്രതിഷേധിച്ചവരെല്ലാം തന്നെ വഴിവക്കിൽ തന്നെ തുടരുന്നുണ്ട്. പോലീസ് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ റോഡിൽ പോലീസ് നിരന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഈ സമയത്ത്, കാരണം അകത്ത് പരിപാടികൾ ആരംഭിച്ചു, അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിന് ഇപ്പോൾ പുറമേ ഒരു അയവ് വന്നിട്ടുണ്ട്. എന്തായാലും ഗവർണർ തിരിച്ചു പോകുമ്പോഴും ഈ രീതിയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. നേരത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് പറഞ്ഞത്, ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇവിടെ SFI പ്രവർത്തകരുടെ കൃത്യമായ ചൂട് ഗവർണർ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇവിടേക്ക്, ഇടുക്കിയിലേക്ക് കയറുമ്പോൾ തന്നെ, ഈ ജില്ലയിലേക്ക് കയറുമ്പോൾ തന്നെയും പ്രതിഷേധം തുടങ്ങിയിരുന്നു. പലയിടത്തും തന്നെയും പ്രവർത്തകർ ബാനർ ഉയർത്തി, ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാനർ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെയാണ് വഴിനീളെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഹാളിന് സമീപത്താണ് ഇപ്പോൾ പ്രവർത്തകർ തമ്പടിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ പോലീസ് ഇവിടെയുണ്ട്. മറ്റ് പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകാതിരിക്കാനുള്ള നടപടികൾ ആണ് പോലീസ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിനിടെ, കരിങ്കൊടി വീശുന്നതിനിടെ, പ്രതിഷേധ മുദ്രാവാക്യങ്ങൾക്കിടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. ഡാനി, കൊച്ചിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഗവർണർ പറഞ്ഞിരുന്നു കോഴിക്കോട്ട് നടന്നത് കണ്ടതല്ലേ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം ക്ഷുഭിതനായിരുന്നു. അതുപോലെ കോഴിക്കോട് നടന്നതുപോലെ സമാധാനപരമായിട്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാനോ ഇല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്ലാൻ ഉള്ളതായിട്ട് അറിയാമോ? എത്രത്തോളം വലിയ സുരക്ഷയാണ് ഗവർണറുടെ ഈ യാത്രയ്ക്കും പരിപാടിക്കും വേണ്ടിയൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ധന്യ, വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളടക്കം പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സമ്മേളനം നടക്കുന്ന സ്ഥലം, അതിന്റെ ചുറ്റുപാടുമുള്ള റോഡുകൾ, ഇവിടേക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇടുക്കിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇടതുമുന്നണി. അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന പോലീസ് സന്നാഹങ്ങൾക്ക് പുറമെ തന്നെയാണ് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. വളരെ പരസ്യമായിട്ട് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയും പോലീസ് ആവശ്യമായ ഒരു മുൻകരുതലുകളടക്കം തന്നെ സ്വീകരിച്ചിരുന്നു. ഇതിനിടയിൽ കൂടിയാണ് ഗവർണർ വരികയും ചെയ്തത്. ഈ പരിപാടിക്ക് ശേഷം, ഈ പൊതുസമ്മേളനത്തിന് ശേഷം മറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഗവർണറുടെ പരിപാടികൾ ഇല്ല. എങ്കിൽ കൂടിയും അദ്ദേഹം മറ്റേതെങ്കിലും രീതിയിൽ വേറെ ഏതെങ്കിലും പരിപാടികളിലേക്ക് അദ്ദേഹം നീങ്ങാനുള്ളൊരു സാധ്യത സജീവമാണ്. പ്രത്യേകിച്ച് ഈ പെൻഷൻ സമരത്തിലൂടെ ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറിയക്കുട്ടി ചേരുത്തിയുടെ അവരെ സന്ദർശിക്കാനുള്ള ഒരു അദ്ദേഹം ആ രീതിയിൽ കൂടി ഒരു ആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അടുത്ത ഒരു സ്ഥലമെന്ന രീതിയിലേക്ക് ഇവിടെ നിന്ന് ഈ സമ്മേളനത്തിന് ശേഷം ഇവിടേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അതിനൊരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത്തരം ചില ആലോചനകളുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്.
എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിനിടയിൽ വലിയ ബഹളങ്ങൾക്കിടയിൽ മുദ്രാവാക്യങ്ങൾക്കിടയിൽ കരിങ്കൊടി വീശുന്നതിനിടയിലൂടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുൻപ് ഈ സമ്മേളനം നടക്കുന്ന ഇടത്തേക്ക് ചെന്നത്. ഇപ്പോഴും പ്രവർത്തകർ വലിയൊരു പങ്കും ഈ സമ്മേളന വേദിക്ക് പുറത്ത് വീണ്ടും അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ ഇതേ സമാനമായ രീതിയിൽ തന്നെയായിരിക്കും പ്രതിഷേധമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ വീണ്ടും പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോഴും തന്നെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു പോലീസ് സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ റോഡ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക്, അത് നേരത്തെ നമ്മൾ പലയിടത്തും അത്തരം രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ കണ്ടു. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇതെല്ലാം തന്നെയും അദ്ദേഹത്തിന് വളരെ നേരിട്ട പ്രവർത്തകർ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക്, ആ രീതിയിലേക്കെല്ലാമായിരുന്നു കാര്യങ്ങൾ ചെന്നിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. റോഡ് വക്കിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നവർക്ക് റോഡിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയാണ് പോലീസ് ചെലുത്തിയത്. പ്രതിഷേധം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വ്യാപാരികളുടെ നിലപാടാണ്. വ്യാപാരികൾ ആർക്കും എതിരല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, രാഷ്ട്രീയം സംഘടനയ്ക്ക് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് വ്യാപാരികൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വ്യാപാരികളുടെ ഹർത്താലിലുള്ള നിലപാട്? ഇത്തരത്തിൽ ഭരണഘടനാ ചുമതല വഹിക്കുന്ന ഒരാൾ ജില്ലയിലേക്ക് വരുമ്പോൾ ഹർത്താൽ നടത്തിയത് ശരിയായില്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന അതേ സാഹചര്യത്തിൽ എങ്ങനെ പരിപാടി നടക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ധന്യ, ഇതിൽ തുടക്കത്തിൽ തന്നെ ഇന്ന് രാവിലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം ഇതൊരു സംസ്ഥാന ഭരണത്തലവനാണ്. ഇങ്ങനെ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ ഒരു ഹർത്താലിലൂടെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലൂടെ അദ്ദേഹത്തെ വരവേൽക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ഇത്രയും രീതിയിലൊരു കടുത്ത പ്രതിഷേധം ഉയർത്താൻ പാടുള്ളതല്ല. തങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് ആ രീതിയിൽ യാതൊരു രീതിയിലൊരു രാഷ്ട്രീയത്തിന്റെ നിറവും തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കില്ല, തങ്ങളുടെ പരിപാടികൾക്കില്ല. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം പരിപാടിയാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ നാളുകൾക്ക് മുൻപേ വാങ്ങിയ ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് മാത്രം തങ്ങൾ പരിപാടി നടത്തുകയാണ്. അതിനെ ഈ രീതിയിലേക്ക് പ്രതികരണങ്ങൾ ഒരിക്കലും ഉണ്ടായത് ഒരു അനുചിതമായ ഒരു കാര്യമാണ്. ഒരു ഹർത്താലിലേക്ക് അടക്കം കൊണ്ടുപോവുക, ഈ ജില്ലയെ മൊത്തം തന്നെ അത് ബുദ്ധിമുട്ടിലാഴ്ത്തുക. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അങ്ങനെ നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഇതൊരു വ്യാപാരി വ്യവസായികളുടെ ഒരു പരിപാടി കൂടിയാണ്. ഏറ്റവും കൂടുതൽ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് തങ്ങളാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഹർത്താലിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ഇതൊരു ജനാധിപത്യ രീതിയിൽ ആയിരുന്നില്ല എന്നതടക്കമുള്ളൊരു പ്രതികരണമാണ് വ്യാപാരികളുടെ ഭാഗത്തു നിന്നുള്ളത്. തങ്ങൾ എല്ലാവരോടും, എല്ലാ ആളുകളോടും തന്നെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തന്നെയും സഹിഷ്ണുതയോടുകൂടി തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ പരിപാടികളിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഗവർണർ വേണമെന്നത് ആഗ്രഹം കൊണ്ട് നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. ഇതിനെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിന് കാരണമാകുന്ന ഒന്നും തന്നെയും ഈ നടക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടില്ല. ഇത് മാറ്റിവെക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ മാറ്റിവെക്കേണ്ട എന്ന് തന്നെയായിരുന്നു ഒരു തീരുമാനം. കാരണം തങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടുന്നതിലുള്ള ഒരു പ്രതിഷേധവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഈ പരിപാടി നടക്കുമ്പോഴോ അതിനകത്തോ യാതൊരു രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് തങ്ങൾ കരുതുന്നതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെയും അത് ഇടത് മുന്നണിയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെയും പറഞ്ഞു, പരിപാടികൾ നടത്തുന്നതിന് യാതൊരു രീതിയിലുള്ള തടസ്സവും തങ്ങൾ സൃഷ്ടിക്കില്ല, മറിച്ച് അദ്ദേഹത്തിന് പ്രതിഷേധം അറിയിക്കും, അത് വഴിവക്കിൽ നിന്നുകൊണ്ടായിരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിലേക്ക്, ഇടുക്കി ജില്ലയിലേക്ക് കയറിയത് മുതൽ ഈ ഹാളിലെത്തുന്നവരെയും വിവിധ ഇടങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി വീശുകയും ചെയ്തു. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഈ തൊടുപുഴയ്ക്ക് ജില്ലയിലേക്ക് കയറുമ്പോൾ തന്നെയാണ്, ഇടുക്കി ജില്ലയിലേക്ക് കയറുമ്പോൾ തന്നെയാണ് ഈ സമ്മേളന സ്ഥലം നടക്കുന്നത്. അവിടെ ഈ വഴി അത്രയും തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. എങ്കിലും പ്രതിഷേധം ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ സംഭവിക്കുന്നു. അതിനിടയിലൂടെ തന്നെ ഇപ്പോൾ ഗവർണർ സമ്മേളന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ധന്യ, മറ്റൊന്ന്, ഇപ്പം ഹർത്താൽ തുടങ്ങി ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുമ്പോൾ പൂർണ്ണമാണോ? തന്നെ ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമാണ്. നമ്മൾ ഈ ലോ റേഞ്ചിലാണ്, ഈ തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ അത് പൂർണ്ണമാണ്. ഹൈ റേഞ്ചിലേക്ക് ചെല്ലുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരണമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഇത് അടഞ്ഞു കിടക്കുകയാണ്. അവശ്യ സർവീസുകൾ മാത്രമാണ്
നിരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ടൂ വീലറുകളും അതോടൊപ്പം തന്നെ കോൺവോയ് അടിസ്ഥാനത്തിൽ KSRTCയും അപൂർവമായിട്ട് തന്നെ സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളും വളരെ കുറച്ച് മാത്രമാണ്, വളരെ അത്യാവശ്യം മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. പ്രത്യേകിച്ച് ഒഴിവാക്കാനാകാത്ത ചടങ്ങുകൾ, മരണവും വിവാഹവും പോലുള്ള ചില കാര്യങ്ങൾ, ഇതിനു വേണ്ടി മാത്രമാണ് സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായിട്ട് നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ആദ്യ മണിക്കൂറുകൾ പ്രത്യേകിച്ച് ഗവർണറുമായി ബന്ധപ്പെട്ട ഈ പരിപാടി നടക്കുന്നതുകൊണ്ടും ഈ ഒരു വളരെ സംഘർഷ സാധ്യത നഗരത്തിൽ ഉള്ളതുകൊണ്ടും തന്നെയും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരമൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ സ്വകാര്യ യാത്രകളും സ്വകാര്യ വാഹനങ്ങളിലെ യാത്രകളും മറ്റും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ഉച്ചയോടുകൂടി ഒരുപക്ഷെ നിരത്തുകൾ സജീവമായേക്കാം. ഇത്തരം ഒരു സംഘർഷ സാധ്യതകൾ കുറയുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സജീവമാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ പൂർണ്ണമായിട്ടും തന്നെ ഇതെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്, കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. അവശ്യ സർവീസുകൾ മാത്രമാണ് നിരത്തിലുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായി നിരത്തിലേക്ക് എത്തുന്നുമുണ്ട്. ധന്യ. ശരി, നന്ദി.